ഹായ് ഫ്രണ്ട്സ് ടൂറായിട്ട് പോവാം. മാം എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് കേൾക്കുക ഹീറോയി. എന്തിനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയി പോയായിരുന്നു. അങ്ങനെ മാം എന്ന് പറഞ്ഞ് ഹീറോയി കേൾക്കായിരുന്നു. എന്താ ചെയ്യണോ? ഇല്ല മാം, ഒരു ചെറിയ ഷൂട്ടിങ്ങാണ് മാം, അത് മതി ചെയ്യാൻ പറ്റുമോ എന്ന് ഹീറോയിനോട് കേട്ടായിരുന്നു. ഹീറോയി എന്താ ഷൂട്ടിങ്ങോ? അതൊക്കെ ഞാൻ എന്താ ചെയ്യണോ എന്ന് ഹീറോയി കേൾക്കായിരുന്നു. മാം ഒരു ആക്ടിങ് ചെയ്താൽ മതി എന്ന് ഹീറോയിനോട് പറയായിരുന്നു. മേക്കപ്പ് പ്ലീസ് മാം പ്ലീസ് എന്ന് പറയായിരുന്നു ഹീറോയി. ശരി ഞാൻ എന്തിനാ ആക്ഷൻ എന്ന് പറഞ്ഞ ഹീറോയി റെഡി ആയിരുന്നു. റെഡി ആയിട്ട് നോക്കും ഹീറോയ്ക്ക് മാരേജ് ഡ്രസ്സ് റെഡി ആയിരുന്നു. ഹീറോയി ആക്ടിങ് ചെയ്യാമെന്ന് പറയായിരുന്നു. ഹീറോയി ആക്ടിങ് ചെയ്യണോ എന്ന് പറഞ്ഞ് ഹീറോയി അതിൽ കുറച്ച് ആൾ വന്നായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ആൾ വന്ന് ഹീറോയിനെ മറട്ടാൻ തുടങ്ങി. ആക്ടിങ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹീറോയിനെ കുറച്ച് കൊണ്ടുദിവസം മതി വന്നിട്ട് അവർ പറയായിരുന്നു മാരേജ് കഴിക്കണോ ഇല്ല ഇതാക്കണോ എന്ന് ഹീറോയിനെ ഫാമിലി ഫ്രണ്ട്സിനെ പിടിച്ച് മറട്ടാൻ തുടങ്ങി. മേക്കപ്പ് ചെയ്യണോ ഇല്ല ഇത് ചെയ്യണോ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഇത് ഫേക്ക് ഗണ്ണ് പറയായിരുന്നു. അവർ മുമ്പിൽ ഹീറോ ഷോക്ക് ഗൺ ഷൂട്ട് ചെയ്തു. ഹീറോയ്ക്ക് പേടി. ശരി ഞാൻ റെഡിയാ പേടിച്ച് ഹീറോയെ റെഡിയായിരുന്നു. ഹീറോ വെഡിങ് ഡ്രസ്സ് പറഞ്ഞ ഇന്ത്യൻ ഡ്രസ്സ് മതി. അങ്ങനെ ഹീറോയ്ക്ക് സാഡായിരുന്നു. അങ്ങനെ പീറ്റീസും അല്ലെ ആ ബോയ്സ് ഹീറോയിന് മാരേജിൽ പോകുന്ന ബോയ്സ് അല്ല അവർ മാസ്ക് ഇട്ടായിരുന്നു. ഹീറോയ്ക്ക് അവർ കൂടെ 7 പേരും മാരേജായി. രജിസ്റ്റർ മാരേജ് എല്ലാം മാരേജ് നടക്കുന്നായിരുന്നു. അതെ ബീച്ച് സൈഡിൽ അങ്ങനെ അവരും എല്ലാവരും വന്നിരുന്നു. അങ്ങനെ സൈൻ എല്ലാ രജിസ്റ്ററിനും പിന്നെ ഓഫീസിൽ പോകാൻ പറഞ്ഞു. അത് എല്ലാം റെഡി ആക്കിയിട്ട് വന്നായിരുന്നു. ഹീറോ വീട്ടിലിരുന്ന് സാഡാക്കുമായിരുന്നു. ഫ്രണ്ട്സ് പറയാം മച്ചേ മാരേജായി എന്തടി ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോ സാഡായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ പറയുമായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അത് മെസ്സേജാണ്. ഹീറോയിൻ മെസ്സേജിലാണ് അവർ സംസാരിക്കുന്നത്. അവർ വോയിസിൽ ഹീറോയെ കൂടെ സംസാരിച്ചില്ല. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. മെസ്സേജിലാണ് അവർ സംസാരിക്കുക. അവർ സെക്യൂരിറ്റി പറയായിരുന്നു ഇതായിട്ട് സംസാരിച്ചിട്ട് അതിൽ പറഞ്ഞ സെക്യൂരിറ്റി സംസാരിക്കുമായിരുന്നു. ഹീറോയ്ക്ക് മെസ്സേജിൽ സംസാരിക്കുമായിരുന്നു. മെസ്സേജിലാണ് ഹീറോയിനോട് സംസാരിക്കുക. സെക്യൂരിറ്റി പറഞ്ഞ ഇന്ത്യൻകളാണ്. അതെ ആ ഗേൾ സംസാരിക്കുക. അങ്ങനെ കൊണ്ട് അവർക്ക് അത് പറഞ്ഞ 6 സെക്രട്ടറി 2 സെക്യൂരിറ്റി ഉണ്ട്. അതിലൊരു ഗേളും ഒരു ബോയ്. അത് ഗേളാണ് സംസാരിക്കുന്നത്. ഇവിടെ വന്നു പിന്നെ ആ ബോയിൻ്റെ പറഞ്ഞ സെക്യൂരിറ്റിയും ഗേൾ സെക്യൂരിറ്റിയും 2 പേരും ഉണ്ടാണ് ആറമുക്ക് അങ്ങനെ കൂടെ ആറാം പറയായിരുന്നു. അതുകൊണ്ട് ഹീറോ സംസാരിക്കായിരുന്നു. ആറമുക്കോട് സെക്യൂരിറ്റി ബോയ് ഓൾറെഡി ഉണ്ട്. ബോയിൻ്റെ അതെ അർജുന് പറഞ്ഞൊരു സെക്യൂരിറ്റി ഉണ്ട്. ഇന്ത്യൻ ബോയ് ആണ്. അർജുൻ്റെ അനിയത്തിയാണ് ഇവിടെ വന്നത്. അർജുൻ എൽച്ചയാണ്. അതുകൊണ്ട് ഗേൾ അല്ലേ. അതുകൊണ്ട് പീറ്റേഴ്സ് മെമ്പർക്കും അങ്ങനെ അവർ വർക്ക് ട്രിപ്പ് വന്നു. അപ്പോൾ ഹീറോയിനെ കണ്ട പിന്നെ പീറ്റേഴ്സ് മെമ്പർക്ക് 7 പേർക്ക് പിടിച്ചായിരുന്നു. അതുകൊണ്ട് പീറ്റേഴ്സ് മെമ്പർക്ക് ഹീറോയ്ക്കാണ് മാരേജായി. ഹീറോയ്ക്ക് അറിയില്ല പാവം. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. ഫ്രണ്ട്സ് പറയണം മച്ച് വിഷമിക്കണ്ട എല്ലാ കാര്യം കോൾ ചെയ്ത് പറയണമെന്ന് പറഞ്ഞു. ശരി മച്ചി എന്ന് പറഞ്ഞു ഹീറോ സാഡായിട്ട് പോകാൻ തുടങ്ങി. പീറ്റേഴ്സ് മെമ്പർ ഹീറോയിൻ്റെ അടുത്താണ് കൊറിയക്ക് പോയിരുന്നു. ഫ്രണ്ട്സും ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ പീറ്റേഴ്സ് മെമ്പർ പറയായിരുന്നു നിങ്ങളെ കൂടെ വരണമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്നാൽ ഹീറോയിൻ്റെ ഫ്രണ്ട്സും വന്നായിരുന്നു. പിന്നെ കുറച്ച് ഹീറോയിൻ റൂമിൽ താമസിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഹീറോയ്ക്കും പീറ്റേഴ്സ് മെമ്പർക്ക് കൊറിയൻസ് മാരേജാണ്. അവിടെ എല്ലാം ബുക്ക് ഓൾറെഡി റെഡിയാണ്. ഹീറോയ്ക്കും കൊറിയൻസ് മാരേജാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി പീറ്റേഴ്സ് മെമ്പർ കണ്ടിട്ട് ഷോക്കായിരുന്നു. എന്താ ഇവരാ എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഷോക്കായിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ സൈസ് മാരേജ് വിച്ചേടാണ് മാരേജ് നടന്നത്. ഹീറോയ്ക്ക് ഓരോ നാൾക്ക് സാഡായിട്ട് ഹീറോയി നേരെ ഇതല്ല അവർ പറയുന്നൊന്നും ഹീറോയി ശ്രദ്ധിച്ചില്ല. സാഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെഡിങ് റൂം പോകുമ്പോൾ ഹീറോയി നോക്കുമ്പോൾ ക്യാൻഡിൽ റൂം നല്ല ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. ഹീറോ റൂമിൽ പോയായിരുന്നു. ഓരോ നാൾ വരായിരുന്നു. ഹീറോയ്ക്ക് ഫസ്റ്റ് ജിന്ന് വന്ന് ഹീറോയെ നോക്കുമ്പോൾ കണ്ട് കഥയിരുന്നായിരുന്നു. ഓരോ നാൾ വന്ന് ഹീറോയുടെ അടുത്ത് ഇരിക്കാൻ നോക്കിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ജിൻ ടച്ച് ചെയ്ത ഷോക്കായിരുന്നു. ഹായ് എൻ്റെ പേര് ജിന്നാണ്. ഷോക്കായിരുന്നു ഹീറോ. ഷോക്കായിട്ട് പിന്നെ ഷോക്കായിട്ട് നോക്കാണ്. ഹീറോയ്ക്ക് ഒരു കോൾ വന്നു. ജിമ്മിൻ പറയായിരുന്നു. എടുത്തുമ്പോൾ സംസാരിക്കുക പറയായിരുന്നു. ഹലോ എന്ന് പറഞ്ഞു ഹീറോയുടെ ഫ്രണ്ട്. ഹലോ എടി ഞാൻ പൂജയാണ്. പൂജ എന്തടി ഇവിടെ നടക്കുന്നത് എന്നെ പറയുന്നു. പൂജ പറയുന്നു മച്ചി അതിനകത്ത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ. ശരി ഓക്കെ എന്ന് പറഞ്ഞു ജിമ്മിൻ. ഹീറോയി എടി എന്തടി നടക്കണടി. എടി പീറ്റേഴ്സ് മെമ്പർ എടി എൻ്റെ ഹസ്ബൻഡ് വിട്ടടി. എടി മച്ചി മണ്ടി എന്നെ ആനു പറയുന്നു. എടി എൻ്റെ ഹസ്ബൻഡാടി ഇത് പറയുന്നു. എല്ലാവരും ഉച്ചത്തിൽ പറയുന്നു ഹസ്ബൻഡാ അതെങ്ങനെയടി സംഭവിച്ചാൽ. ഫ്രണ്ട് പറയുന്നു മച്ചി ഇതാണ് സംഭവിച്ചടി എന്നെ പറയുന്നു. എടി ഞാൻ ഓൾറെഡി എൻ്റെ പറയായിരുന്നു. അനു പറയുന്നു മച്ചി നമ്മൾ ആരും ഫോളോ ചെയ്യുന്ന മാതിരി തോന്നുന്നുണ്ട് പരോട്ട് നിൻ്റെ അവിടെ പറയായിരുന്നു. അനു പറയുന്നു അതെ അനു പറഞ്ഞത് ശരിയാണ്. എടി ഇതെന്തൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. എടി നിൻ്റെ മാരേജ് അപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കാര്യം സംസാരിച്ച് വന്നായിരുന്നു. ഹീറോയിൻ്റെ ആറാം പറയായിരുന്നു എനിക്ക് മാരേജ് നടക്കാൻ പോകുന്നത് എനിക്കറിയായിരുന്നു. ഓൾറെഡി ഞാൻ പോയിട്ട് സംസാരിച്ചിട്ട് വന്നത്. ആറാമത്തെ ഫ്ലാഷ് ബാക്ക്. ആറാം പറയായിരുന്നു ഞങ്ങൾക്ക് 7 പേർക്ക് ഹീറോയിനെ ഇഷ്ടമാണ്.
ഇല്ല ചേച്ചി തരാൻ പറ്റുമോ എന്ന് ഹീറോയിൻ്റെ ഉപ്പനോട് കേൾക്കായിരുന്നു. ഉമ്മ പറയുന്നു അതൊന്നും ശരിയാവില്ല, അങ്ങനെയൊന്നും ഞാൻ ചെയ്ത് തരാല എന്നെ അവളോട് പറഞ്ഞായിരുന്നു. അത് ഹീറോയിൻ്റെ ഉമ്മി ഡാഡി പറയായിരുന്നു. അത് കേട്ട ഹീറോയിൻ എന്താ പറയുന്നു, നിൻ്റെ മമ്മി ഓക്കെ പറഞ്ഞു, എൻ്റെ ഡാഡി മാത്രം ഇങ്ങനെ പറഞ്ഞത് എന്നെ ഹീറോയിൻ്റെയോട് പറയായിരുന്നു. എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു, നിനക്കറിയോ എന്ന് പറയായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. മമ്മി വന്നിട്ടുണ്ടായിരുന്നു? അതെ, അവർ വന്നിട്ടുണ്ടായിരുന്നു, അവർ അപ്ലൈ പോയായിരുന്നു എന്ന് പറയുന്നു. ആ ജിമ്മിന് എന്തോ വന്നിട്ടുണ്ടോ? ഇല്ല, വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് എൻ്റെ വി പറയായിരുന്നു. ചങ്കുക്ക് മണ്ടയായിട്ട് അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞ ജിന്ന് പറയണം, ഞാനാണ് ഒരാൾ വെച്ചിട്ട് വീഡിയോ സംസാരിച്ചതാണ് എന്ന് അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എൻ്റെ ഉമ്മയാണ് വിളിക്കുന്നതെന്ന് പറയാം. ഹലോ എൻ്റെ മോം എന്ന് പറയാം. മോളെ നീ സന്തോഷം ജീവിച്ചോ, എൻ്റെ ഉപ്പ ശരിയില്ല ഓൾറെഡി നോക്കിയ ചെക്കനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്. അതേ മാം ഈ സന്തോഷം ജീവിക്കണം. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോ അവർ 7 പേരെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ 8 ബേബീസ് ഉണ്ട്. ഹീറോ 7 ബേബീസ് സ്കൂളിൽ പോവാം. അതെ സ്കൂൾ പറഞ്ഞ ഇപ്പോൾ കുട്ടി വളർന്ന് 1-ാം ക്ലാസ് പഠിക്കാം. ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു ചെറിയൊരു ബേബി ഉണ്ടായിരുന്നു, ഗേൾ ബേബി. ഹീറോയിൻ പറയുന്നു ശരി ഓക്കെ നിങ്ങൾ പോവാം. അങ്ങനെ കുറച്ച് ഡേയ്സ് പോകുമ്പോൾ ഹീറോയിൻ ബേബീസ് വളർന്നു. ഇപ്പോൾ ഗേൾ ബേബി പറഞ്ഞ മമ്മി നമുക്ക് പോവാം. അങ്ങനെ ഹീറോയിൻ ഇന്ത്യയൊക്കെ വന്നത് ഹീറോയിൻ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രണ്ട്സുകൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടൊക്കെ ഒരു 2 വയസ്സിൽ പറയായിരുന്നു ഹാപ്പി ആയിട്ട് അതൊക്കെ സംസാരിക്കാമായിരുന്നു. ഹീറോയിൻ്റെ ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു മച്ച അവിടെ നോക്കുക എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ഉപ്പ വരായിരുന്നു. ഉപ്പ വന്ന് നോക്കുമ്പോൾ ബേബീസ് എല്ലാം വെളിയിൽ കളിക്കായിരുന്നു. ഹീറോയിൻ്റെ ബേബീസ് എല്ലാം അങ്ങനെ ഗേൾ ബേബി ഉണ്ടായിരുന്നു. അങ്ങനെ കൂടെ ഓടിപ്പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഉപ്പൻ്റെ കൈ ഒന്നെടുത്ത് ഇടിച്ചായിരുന്നു. ബേബീസ് 7 ബോയ്സ് വന്നായിരുന്നു. സോറി അങ്കിൾ സോറി എന്ന് പറഞ്ഞായിരുന്നു. സോറി അങ്കിൾ എന്ന് പറഞ്ഞ് ബേബീനെ എടുത്തോട്ട് പോരുന്നത്. അങ്ങനെ ഗേൾ ബേബി പറഞ്ഞ ഹീറോയിൻ മാതിരി ഉണ്ടായിരുന്നു. ഇത് കേട്ട് അപ്പാക്ക് ഷോക്കായിരുന്നു. ഇത് എൻ്റെ മകൾ മാതിരിയുണ്ട് എന്നെ പറഞ്ഞ് ഫോളോ ചെയ്ത് നോക്കും. ഹീറോയിൻ്റെ അടുത്ത് ഗുഡു ഓടി വന്നായിരുന്നു. ഇത് കണ്ട് ഉപ്പാക്ക് സാഡായിരുന്നു. എന്ത് പറഞ്ഞു ഉമ്മ വന്നായിരുന്നു. നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അത് ഹീറോയുടെ ഉപ്പ വന്ന് സോറി പറഞ്ഞു എല്ലാം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഹാപ്പി ഫാമിലി ആയിട്ട് മാറി ഹീറോയ്ക്ക്. എൻ്റെ ബേബീസ് എല്ലാം ഹീറോയുടെ ഉപ്പ കുഞ്ചം തുടങ്ങിയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി. ഹായ് ഫ്രണ്ട്സ്, അല്ല ഹാപ്പി എൻഡിങ് സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു.